Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Can you put the note laboratory? Clear ആണോ എല്ലാം? Clear ആണ്. ബാക്കി എടുക്കാം നമുക്ക് കേട്ടോ. റെക്കോർഡ്സ് വരെയാണ് അല്ലെ നമ്മൾ എടുത്തത്. നെക്സ്റ്റ് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറിയിലെ സേഫ്റ്റി, സുരക്ഷിതത്വം അല്ലെ, സുരക്ഷ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ലബോറട്ടറിയിലെ പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെ, ഗ്യാസ്, ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് അല്ലെ, അങ്ങനെയുള്ള പല എന്താണ് പിന്നെ ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ്, പലതരം സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് വരാം, റിസ്ക്, അപകടങ്ങൾ വരാം അല്ലെ. അപ്പൊ സേഫ്റ്റി എങ്ങനെയായിരിക്കണം ലബോറട്ടറിയിലെ സുരക്ഷ? Personnel who are safety in laboratories. Personnel who are working laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. എന്നാണ് ലാബില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് പലതരത്തിലുള്ള റിസ്കുകൾ, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? വേരിയസ് കെമിക്കൽസ് അല്ലെ, നമ്മൾ പലതരത്തിലുള്ള രാസവസ്തുക്കൾ യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ വേരിയസ് കെമിക്കൽസിൽ നിന്നുള്ള അപകടം വരാം. ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, ഇൻഫെക്ഷൻ അണുബാധയേറ്റിട്ടുള്ള മെറ്റീരിയൽസ്. നെക്സ്റ്റ് ഫയർ ഡേഞ്ചർ അല്ലെ, തീയിൽ നിന്നുള്ള അപകടങ്ങൾ വരാം. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഷോക്ക്. എന്താണ്? ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെ വരാം. പിന്നെ ഗ്യാസ് ലീക്കേജ്, ഗ്യാസിന്റെ ചോർച്ചകളൊക്കെ സംഭവിക്കാം. പേഴ്സണൽ ഹു ആർ വർക്കിംഗ് ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറിയില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പലതരത്തിലുള്ള പല സബ്ജക്റ്റിൽ നിന്ന്, പല സാധനങ്ങളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം. എന്തൊക്കെയാണ്? കെമിക്കൽസിൽ നിന്ന്, ഇൻഫെക്ഷസ് മെറ്റീരിയൽ, അണുബാധയേറ്റിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസിൽ നിന്ന്, ഫയർ ഡേഞ്ചർ അല്ലെ, തീയിൽ നിന്ന്, ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കുക അല്ലെ, ഗ്യാസ് ലീക്ക്. എന്താണ്? ഗ്യാസ് ചോർച്ച സംഭവിച്ചില്ല, ഗ്യാസ് ലീക്കേജ് വന്നിട്ട് അപകടങ്ങൾ വരാം. Next, the environment is also at the risk of being contaminated by dangerous materials used and waste generated in the laboratory. അവിടെ വർക്കുന്ന സ്റ്റാഫുകൾക്ക് മാത്രമാണോ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്? എൻവയോൺമെന്റിന് പൊല്യൂഷൻ സംഭവിക്കാം അല്ലെ, മലിനമാവാം. എന്തൊക്കെയാണ്? ഓൾസോ at risk from contaminated by dangerous materials. എന്താണ്? ഭയങ്കര അപകടം പിടിച്ച മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്? ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളിൽ നിന്നൊക്കെ എൻവിയോൺമെന്റ്, അന്തരീക്ഷത്തിനും മലിനീകരണം സംഭവിക്കാം. ക്ലിയർ ആയോ രണ്ടും? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, policies should define the use of sharp disposal of bio-waste, reagents, sharps and other waste involved in the laboratory according to the local and national regulations. എന്താണ്? ഓരോ ലൊക്കേഷനിലും അല്ലെ, ഓരോ പ്രാദേശികമായ നിയമങ്ങൾ ഉണ്ടാവും. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഉണ്ടോ? നാഷണൽ ആയിട്ടും ചട്ടങ്ങൾ ഉണ്ടാവും അല്ലെ.
ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഈ വലിയ വലിയ സിറ്റീസില് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? പ്രാദേശികമായിട്ട് എന്താണ് നമ്മ വീടുകളിൽ കുഴി കുത്തി മൂടത്താണ് അല്ലെ ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വേസ്റ്റുകൾ എവിടെയെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് അല്ലെ ആണോ? വേസ്റ്റുകൾ അല്ലെ നമ്മുടെ വീടിനോട് ചേർന്ന് എന്താ വീടിന്റെ അടുത്ത് തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ടുപോയി കൂട്ടിയില്ലേ, അല്ലെങ്കിൽ അത് ബയോഗ്യാസ് വേസ്റ്റ് ആയിട്ട് അല്ലെ നമ്മൾ കുഴികൾ കുത്തി മൂടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ. വലിയ വലിയ സിറ്റീസിൽ എങ്ങനെയാണ്? അവര് വീടിനോട് ചേർന്ന് അവർക്ക് സ്ഥലം ഉണ്ടാവോ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്? അവിടെ എന്ത് ചെയ്യും? മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് കളക്ട് ചെയ്യാനല്ലേ ചെയ്യുന്നത് വേസ്റ്റ് അല്ലേ? അല്ലേ? ഓക്കെ. അതേപോലെ ഓരോ പ്രാദേശികവും നാഷണലുമായിട്ടുള്ള ദേശീയവുമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഓരോ ലാബുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടിയിട്ട്. എന്തൊക്കെ വേസ്റ്റുകളാണ്? യൂസ് ഓഫ് ഷാർക്ക് വേസ്റ്റ്, ബയോ വേസ്റ്റുകള്, റീഏജൻസ് അതായത് കെമിക്കൽ സൊല്യൂഷൻസ്, ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകള്, പിന്നെ എന്താണ് അതർ വേസ്റ്റ് മറ്റുള്ള വേസ്റ്റുകളൊക്കെ എന്താണ് ഓരോ പ്രാദേശികവും ദേശീയവുമായ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. It is necessary to train all personnel in standard precautions. എന്താണ് സ്റ്റാഫുകൾക്ക് ലാബിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും അവർക്ക് ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടായിരിക്കണം. പേഴ്സണൽ ട്രെയിനിങ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അല്ലെ. പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം അല്ലെ. കെമിക്കൽ സ്പില്ലേജ് ഉണ്ടാവാം, ഗ്യാസ് ലീക്കേജ് ഉണ്ടാവാം അല്ലെ, ബയോഹസാർഡ് വേസ്റ്റ് കൊണ്ടുള്ള ഡേഞ്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാം അല്ലെ. അപ്പൊ ഓരോ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ച് ഓരോ സ്റ്റാഫുകൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കണം? ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. Safety in laboratories therefore include protection of both the personnel and the environment from dangerous materials. എന്താണ് ലാബുകളിൽ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലെ, സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിൽ ആർക്ക് മാത്രം മതിയോ? ലാബിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രം മതിയോ സുരക്ഷ? മതിയോ? ബോത്ത് ദ പേഴ്സൺ അല്ലേ. എന്താണ് ലാബുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണം, പബ്ലിക്കിനും വേണ്ടേ? ആ പ്രദേശത്ത് താമസിക്കുന്ന പബ്ലിക്കുകൾക്കും വേണം അല്ലെ. എന്താണ് ബോത്ത് ദ പേഴ്സണൽ, എന്താണ് പേഴ്സൺസിലും വേണം. പിന്നെ എന്താണ് എൻവിയോൺമെന്റിനും ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പാക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ലാബുകളിൽ ഉള്ള ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? All laboratory personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with these at all times. എന്താണ് ലാബുകളിലെ എല്ലാ ലബോറട്ടറി സേഫ്റ്റി പോളിസികൾ, സേഫ്റ്റി നിയമങ്ങളെ കുറിച്ചും നടപടിക്രമങ്ങളെ കുറിച്ചും ആർക്കറിവുണ്ടായിരിക്കണം? ലാബുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അറിവുണ്ടായിരിക്കണം. അതനുസരിച്ച് ആക്ടിങ് അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ്, ഈ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം എല്ലാ സമയത്തും ഈ സ്റ്റാഫുകള് പ്രവർത്തിക്കുന്നത്, അവര് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ലാബിലെ സേഫ്റ്റി നയങ്ങളെ കുറിച്ച്, സുരക്ഷാ നിയമങ്ങളെ കുറിച്ചും നടപടിക്രമങ്ങളെ കുറിച്ചും അവിടെ വർക്ക് ചെയ്യുന്ന ലാബുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അറിവുണ്ടായിരിക്കണം. എന്നിട്ട് ഇതിനനുസരിച്ച് നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം അവര് വർക്ക് ചെയ്യുവാൻ. ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഇത്
Next, list of dangerous materials used in the laboratory should be prepared. ലാബില് വർക്ക് ചെയ്യുന്ന എല്ലാ ഡേഞ്ചർ അപകടങ്ങളായ മെറ്റീരിയൽസ് സാധനങ്ങളെ കുറിച്ചുമുള്ള ഒരു ലിസ്റ്റ്, ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാലേ ഇന്നത് അപകടമാണോ, റിസ്ക് ആണോ, അല്ല സേഫ്റ്റി ആണോ എന്നൊക്കെ നമുക്ക് ആ ലിസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ലാബിൽ ഉപയോഗിക്കുന്ന എല്ലാ അപകടകരമായ മെറ്റീരിയൽസിനെ കുറിച്ചുമുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. Eye wash facilities should be made available as standalone facilities or attached to sink. എന്താണ്, നമുക്ക് കണ്ണ് ഇപ്പൊ കെമിക്കൽസ് എന്തെങ്കിലും നമ്മുടെ കണ്ണിലൊക്കെ തെറിക്കുകയാണെങ്കിൽ അത് കഴുകുന്നതിനുള്ള ഐ വാഷ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. കണ്ണ് കഴുകാനുള്ള സ്റ്റാൻഡലോൺ നല്ല ഒറ്റക്കൊക്കെ എന്താണ് സിങ്ക് അല്ലെ, നമ്മുടെ വാഷ് ബേസിൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. Next, biohazard symbol should be used on all containers or equipment that contains biodangerous materials. Biodangerous materials സൂക്ഷിക്കുന്ന നമ്മൾ ഇടുന്ന കണ്ടെയ്നറും ബയോഹസാർഡ് സിംബൽ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം, സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താ സിംബലൊക്കെ കണ്ടിട്ടില്ലേ നമ്മ ഈ റെഡ് കളറില ബയോഹസാർഡ് സിംബലൊക്കെ കണ്ടെയ്നറും ഹോസ്പിറ്റലിലെ ലാബുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? എന്താണ് ബയോഹസാർഡ് സിംബൽ? നമ്മ പലതരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഉൾക്കൊള്ളുന്ന കണ്ടെയ്നേഴ്സിൽ ഇങ്ങനെയുള്ള സിംബല് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. Next, laboratory personnel should be completely trained in managing fire and non-fire emergency like large spillage, gas leakage, etc. എന്നാണ് ലബോറട്ടറിയില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കിട്ടിയ കംപ്ലീറ്റ് ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഒരു തീ പിടിച്ചാൽ അതെങ്ങനെ തടയാം, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെ എന്നതിനെ കുറിച്ച്, നോൺ ഫയർ അല്ലാത്ത എന്തെങ്കിലും എമർജൻസീസ്, അത്യാഹിത സിറ്റുവേഷൻ വരെയാണ് അപ്പൊ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്നാണ്. ലാർജ് സ്പില്ലേജ് അല്ലെ, കെമിക്കൽ ചോർച്ചയൊക്കെ സംഭവിക്കാം, അതല്ലെങ്കിൽ ഗ്യാസിന്റെ ലീക്കേജ് വരാം, അപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള, അവർക്ക് എന്തൊക്കെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. Next, ample fire extinguishers should be quickly available in the laboratory. എന്താണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ രീതിയിൽ ലബോറട്ടറിയിൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, നമുക്ക് തീ അണയ്ക്കുന്നതിനുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് അല്ലെ, തീപിടുത്തമുണ്ടായാൽ അത് അണയ്ക്കുന്നതിനുള്ള എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ ഉണ്ടാവണം. ആവശ്യമായ അളവില് ലബോറട്ടറിയില് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, accident or incidents or injuries, record of laboratory personnel should be kept and intimated to the designated authority. എന്താണ്, എന്തെങ്കിലും ആക്സിഡന്റുകൾ ഉണ്ടാവാം ലാബില്, തീപിടുത്തം ഉണ്ടാവേ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവേ, അങ്ങനെ എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ഇൻസിഡന്റ്, അതായത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും ഇഞ്ചുറീസ്, അപകടങ്ങൾ ഉണ്ടാവാം. അപ്പൊ എന്താണ്, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അതൊക്കെ നമ്മ പറഞ്ഞു, ഇൻസിഡന്റ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, ഇൻസിഡന്റ് ബുക്ക് അല്ലെ. റെക്കോർഡുകളിൽ അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്സിഡന്റോ ഇൻസിഡന്റോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായാല് അതൊക്കെ എന്താണ്, ഒരു റെക്കോർഡ് രേഖപ്പെടുത്തുകയും അത് സൂക്ഷിക്കുകയും ചെയ്യാം. അതാരാണ് ചെയ്യേണ്ടത്? ഇന്റിമേറ്റഡ് ടു ദി ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അല്ലെ, അതുമായി ബന്ധപ്പെട്ട നിയുക്തരായ ആളുകളായിരിക്കണം റെക്കോർഡ് തയ്യാറാക്കാനും റെക്കോർഡുകൾ സൂക്ഷിക്കാനും. ക്ലിയർ ആയോ? Next, do not chew gum, drink, smoke or eat while working in the lab. Laboratory glassware should never be used as food or beverage containers. എന്താണ്, ലാബില് നമ്മ ചൂയിങ് ഗം തിന്നാനോ അല്ലെ, ചൂയിങ് ഗം കഴിക്കാം അല്ലെ, ഏതേലും ഇങ്ങനെ വായിലിട്ട് ചവക്കാം അല്ലെ, ചൂയിങ് ഗം കഴിക്കാനോ
ഡ്രിങ്ക് വെള്ളം കുടിക്കാനോ സ്മോക്ക് ചെയ്യാനോ അല്ലെ. ചിലപ്പോ എന്താണ് നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോ അതിൽ എന്താ ഉണ്ടാവുന്ന ചെറിയ സ്പാർക്കിംഗ് എന്ത് വരാം, തീപിടുത്തം ഉണ്ടാവാം അല്ലെ ലാബില്. അപ്പൊ സ്മോക്ക് ചെയ്യാനോ ഈറ്റ് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. ലബോറട്ടറി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് കേട്ടോ. ലബോറട്ടറി ഗ്ലാസ്വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. ലബോറട്ടറിയിലെ ഗ്ലാസ്വെയർ അതായത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതില് എന്താണ് നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പാടില്ല. ചിലപ്പോ അതിൽ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ കഴിക്കുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്കാണ് അല്ലെ ആ കെമിക്കൽസ് പോണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ലബോറട്ടറിയിലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളില് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പാടില്ല. ഓൾവേസ് പുട്ട് ഓൺ സൂട്ടബിൾ ക്ലോത്തിങ്. കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സ് ഓർ ആപ്രോൺസ് ആർ സജസ്റ്റഡ്. എന്താണ് കെമിക്കൽസിനെ പ്രതിരോധിക്കുക എന്ന് വെച്ചാല് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് തടയുന്ന രീതിയിലുള്ള ലാബ് കോട്ട്സുകൾ ആപ്രോൺസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ധരിക്കുക. നെക്സ്റ്റ് ഹാൻഡിൽ needles, syringes and other sharps with utmost care. എന്താണ് ഷാർപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ, എന്താണ് നീഡിൽ ആവാം സിറിഞ്ച് ആവാം അതർ ഷാർപ്പ് അല്ലെ. മറ്റുള്ള മുറിവുണ്ടാക്കുന്ന വേസ്റ്റുകളൊക്കെ എന്താണ് മോസ്റ്റ് കെയർ എന്താണ് അതിതീവ്രതയോടുകൂടി അല്ലെ നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. Compressed gas cylinder should be secured to prevent them from being knocked over. എന്താണ് കംപ്രസ്ഡ് സിലിണ്ടേഴ്സിൽ അതൊന്നും ഇങ്ങനെ കൂട്ടിമുട്ടാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്ത് ഒന്നും അങ്ങനെ എന്താണ് ലീക്കേജുകൾ അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ എല്ലാ സിലിണ്ടേഴ്സും സുരക്ഷിതമായി സൂക്ഷിക്കുക. In the care of a chemical splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes or eye wash facilities. എന്താണ് നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഈ കെമിക്കൽസ് തെറിക്കാനാണ് സ്പ്ലാഷ് ചെയ്യുക. തെറിക്കാൻ ഇടവന്നാല് എന്ത് ചെയ്യുക, ആ ഭാഗം ഇപ്പൊ കണ്ണിലാണെങ്കിൽ കണ്ണ് അതല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ എന്താണ് നമ്മ 20 മിനിറ്റ് തുടർച്ചയായി റണ്ണിങ് വാട്ടറിൽ അല്ലെ വെള്ളം വരുന്നോണ്ടിരിക്കുന്ന ആദ്യം എന്താണ് കഴുകുക. Clear ആയോ? In the care of chemical splashing into your eyes, നമ്മുടെ കണ്ണുകളില് അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലൊക്കെ കെമിക്കൽസ് സ്പ്ലാഷ് ചെയ്യാതിരിക്കാനിടയായാണ് 20 മിനിറ്റ് തുടർച്ചയായി ആ ഭാഗം തെറിച്ച ഭാഗം കഴുകുക. ക്ലിയർ ആയത്? സിമ്പിൾ ആണ് അല്ലെ ഇതൊക്കെ. General safety measures. Next, signs and symbol used in laboratory. ഇതിലെ മിക്ക സൈൻ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? To reduce accidents in the laboratory, it has been made compulsory to use signs and symbols in the laboratory. എന്താണ് ലബോറട്ടറിയില് നമ്മ ഇങ്ങനെയുള്ള സിമ്പലുകൾ അല്ലെ എന്താണ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിനാണ് അല്ലെ സിമ്പൽ യൂസ് ചെയ്യുന്നത്, ആളുകളെ ഇൻഫോം ചെയ്യുന്നതിനല്ലേ. ഇങ്ങനെയുള്ള വേസ്റ്റുകൾ അവിടെയുണ്ട് അല്ലെ അപ്പൊ സൂക്ഷിക്കുക അല്ലെ അങ്ങനെയുള്ള സിമ്പൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സിമ്പൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് വെച്ചു നമുക്ക് ടു റെഡ്യൂസ് ആക്സിഡൻസ് ഇൻ ദ ലബോറട്ടറിയിലെ ലാബുകളിലെ ആക്സിഡന്റ് അപകടങ്ങള് നമുക്ക് കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ലാബുകളില് ഇങ്ങനെയുള്ള ഈ കാണിച്ചിരിക്കുന്നത് പോലത്തെ സിമ്പിൾസുകള് നമ്മ നിർബന്ധമായും കമ്പൽസറിയായും
യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ആക്സിഡന്റുകൾ ലാബുമായി ബന്ധപ്പെട്ട അപകടങ്ങള് കുറയ്ക്കാൻ സാധിക്കുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇൻഫ്ലേമബിൾ അല്ലെ, ഡേഞ്ചർ എന്താണ്? തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീപിടുത്തത്തിന് സഹായിക്കുന്ന കെമിക്കൽസ് അങ്ങനെ ഗ്യാസുകളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയയാണ് അപ്പൊ ഡേഞ്ചർ. നെക്സ്റ്റ് ഹാർംഫുൾ അല്ലെ, ഹാനികരമായ സാധനങ്ങള്. നെക്സ്റ്റ് കൊറോസീവ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? നശിപ്പിക്കുന്ന. എന്തൊക്കെയായിരിക്കും? കൊറോസീവ് സബ്സ്റ്റൻസസിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് വെച്ചാല് എന്താണ്? നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലൊക്കെ തെറിച്ചാല് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസിന്റെ അല്ലെങ്കിൽ ആസിഡുകൾ അവിടെ ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കൊറോസീവ് സിമ്പിൾ. ഇത് നമുക്ക് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ അല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും പവർഫുൾ ആയിട്ട് കെമിക്കൽസ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയയിലാണ് കൊറോസീവ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഹസാർഡ് അല്ലെ, എന്താണ്? ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കാൻ അല്ലെ, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിസൺ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ, പോയിസൺ ഒക്കെ കണ്ടിട്ടില്ലേ? റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. എന്താണ്? എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ അല്ലെ, സ്ഫോടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? അതിന് എക്സ്പ്ലോഷന് സഹായിക്കുന്ന കെമിക്കൽസ് ഒക്കെ ആ ഏരിയയിൽ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ സിമ്പിൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ബയോ ഹസാർഡ് സിമ്പിൾ അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ബയോ ഹസാർഡ് വേസ്റ്റുകൾ ഉണ്ട്. നെക്സ്റ്റ് റേഡിയേഷൻ ഹസാർഡ്. എന്താണ്? റേഡിയേഷൻ നടക്കുന്ന ഏരിയയാണ്. സ്കാനിങ്ങുകൾ അല്ലെ, MRI സ്കാന് അല്ലെങ്കിൽ CT സ്കാന് അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ നടത്തുന്ന ഏരിയയാണ്. അപ്പൊ റേഡിയേഷൻ ഹസാർഡ്, റേഡിയേഷൻ അടിക്കാം. നെക്സ്റ്റ് വിയർ ഗ്ലൗസ്. എന്താണ്? ഗ്ലൗസുകൾ ധരിക്കുക. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി. എന്താണ്? ഫുൾ ആയിട്ടുള്ള മാസ്കുകൾ ധരിക്കുക. നെക്സ്റ്റ് നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. എന്താണ്? ഫുഡ് കഴിക്കാനോ വെള്ളം കഴിക്കാനോ ഉള്ള പെർമിഷൻ ഇല്ല. നെക്സ്റ്റ് നോ സ്മോക്കിംഗ് അല്ലെ, അതുകൊണ്ട് തന്നെ അറിയാം അല്ലെ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ, സിമ്പിള് എക്സാമിന് ക്വസ്റ്റ്യൻ വരാട്ടോ. സിമ്പിളൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയോ ഇത്? ഒന്നുകൂടി പറയണം. ഒന്നുകൂടി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇൻഫ്ലേമബിൾ. എന്താണ്? തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ, അതിനുള്ള തീപിടുത്തം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കെമിക്കൽസ് ഉണ്ടാവാം. അല്ലെങ്കിൽ സ്പിരിറ്റ്, ഗ്യാസ് അതേപോലെയുള്ള സാധനങ്ങളെ സൂക്ഷിക്കുന്നതാണ്. അപ്പൊ ആ ഏരിയയിലാണ് അങ്ങനെയുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹാർംഫുൾ, ഹാനികരമായ ഇപ്പൊ ബയോകെമിക്കൽ വേസ്റ്റുകൾ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ആവാം. അങ്ങനെയുള്ള ഏരിയയിലാണ് ഹാർംഫുൾ ആയിട്ടുള്ള സയൻസ് സൂചിപ്പിക്കുന്നത്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആസിഡുകളൊക്കെ പലതരത്തിലുള്ള ആസിഡുകൾ ലാബുകളിൽ യൂസ് ചെയ്യുമല്ലോ, ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ സോൾവെന്റുകളൊക്കെ യൂസ് ചെയ്യല്ലേ. നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ തെറിച്ചാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന പൊള്ളലുകളൊക്കെ ഏൽക്കുന്ന അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയയാണ് കൊറോസീവ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഹസാർഡ്. ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഷോക്ക് അടിക്കുക അല്ലെ, കൂടുതൽ വാട്ട് ഉപയോഗിച്ച് അല്ലെ, കൂടുതൽ പവർ ഉപയോഗിച്ച് എന്തെങ്കിലും മെഷീനറീസ് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഏരിയയാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്. ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിസൺ അല്ലെ, വിഷാംശം അല്ലെ, വിഷം അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ ആ ഏരിയ. നെക്സ്റ്റ് റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. എന്താണ്? എക്സ്പ്ലോഷൻ നടക്കാൻ, സ്ഫോടനം നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽസ് ഒക്കെ ഉള്ള ഏരിയാസ്. നെക്സ്റ്റ് ബയോ ഹസാർഡ്. ബയോ ഹസാർഡ് എന്ന് പറഞ്ഞാൽ നമ്മ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, പലതരത്തിലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലാബുകളിൽ.
സിറിഞ്ചസ് ഉണ്ട്, നീഡിൽസ് ഉണ്ട് അല്ലെ, പല സ്പെസിമെൻസുകൾ ഉണ്ട്, സാമ്പിളുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബയോ ഹസാർഡ് വേസ്റ്റുകള്. നെക്സ്റ്റ് റേഡിയേഷൻ ഹസാർഡ്. എന്താണ് റേഡിയേഷൻ അടിക്കാനുള്ള? അപ്പൊ എന്താണ് സ്കാനിങ് അല്ലെ, MRI സ്കാൻ, CT സ്കാൻ, റേഡിയേഷൻ, അതുപോലുള്ള ഏരിയാസ്. നെക്സ്റ്റ് വിയർ ഗ്ലൗസ് ധരിക്കുക. ആ ഏരിയയിലേക്ക് ചെല്ലുമ്പോ ഗ്ലൗസ് ധരിക്കുക. നെക്സ്റ്റ് ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വൺ. എന്താണ്? നമ്മൾ ഫുൾ ആയിട്ടുള്ള ഇൻസിനറേറ്റർ ചേംബർ അല്ലെ, ഇൻസിനറേഷൻ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എന്താണ്? ഫുൾ മാസ്ക് ധരിക്കണം അല്ലേ? ആണോ? അപകടകരമായി എന്തെങ്കിലും കെമിക്കൽസിന്റെ ഇതുണ്ട് ആ ഇതില്. അപ്പൊ എന്താണ്? ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി ഓൺ. അത് സൂചിപ്പിക്കുന്നതാണ് ആ സിമ്പിൾ. നെക്സ്റ്റ് നോ ഫുഡ് ഓർ നോ ഡ്രിങ്ക്. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. എന്താണ്? ഫുഡ് കഴിക്കാൻ ആ ഏരിയയില്, അതൊട്ടിച്ചിരിക്കുന്ന ആ ഏരിയയിൽ നമുക്ക് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനുള്ള പെർമിഷൻ ഇല്ല, അനുവാദമില്ല. നെക്സ്റ്റ് നോ സ്മോക്കിംഗ് ഏരിയ. ക്ലിയർ ആയില്ലേ? അത് സിമ്പിൾ അല്ലേ? ക്ലിയർ ആയോ എല്ലാവർക്കും? Next, what responsibilities are common for lab manager jobs? Lab manager jobs, ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ജോലികൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, outline, executive and supervise the laboratory quality management program. ലാബുകളിലെ പ്രവർത്തനങ്ങള് ക്വാളിറ്റി ഉള്ളതാണ്, ഗുണനിലവാരമുള്ളതാക്കാൻ വേണ്ടിയുള്ള ഔട്ട്ലൈനുകൾ, രൂപരേഖ തയ്യാറാക്കുക. അത് എക്സിക്യൂട്ടീവിൽ നടപ്പിലാക്കുക എങ്കിൽ സൂപ്പർവൈസ്, മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? ലാബിലെ പ്രവർത്തനങ്ങൾ, ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെ, ക്വാളിറ്റി ഉള്ളതാണെന്ന് അല്ലെ, ഗുണനിലവാരമുള്ളതാക്കാൻ വേണ്ട രൂപരേഖകൾ തയ്യാറാക്കുക, അതിനുവേണ്ട പോളിസികൾ അല്ലെ, പ്രൊസീജിയേഴ്സ് തയ്യാറാക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുകയും അത് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? അത് next, contact with the nursing and other hospital staff whenever needed. എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലെ നഴ്സിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ വിളിക്കേണ്ടതായിട്ട്, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ഒക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ചില സ്പെസിമെനുകൾ അല്ലെ, ചില സാമ്പിൾ നമ്മൾ റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, പറഞ്ഞോ കഴിഞ്ഞ ദിവസം? റിജക്ഷൻ ചിലപ്പോ എന്താണ്, അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ക്വാണ്ടിറ്റിയിൽ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ സ്പെസിമെൻ അല്ലെങ്കിൽ ആ സാമ്പിൾ റിജക്ട് ചെയ്യും. അപ്പൊ നമ്മ അവരെ വിവരം അറിയിക്കണ്ടേ? ഹോസ്പിറ്റലിലാണ് കളക്ട് ചെയ്തത് നഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ വേറെ സ്റ്റാഫുകൾ വിവരം അറിയിക്കണം അല്ലെ. അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോ എന്താണ്, ആ പേഷ്യൻസിന്റെ ചിലപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനാവാം. അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് നഴ്സിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അതർ സ്റ്റാഫുകളെ കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയാസ്. ഓരോ ഏരിയാസിലും ഓരോ പോളിസികളായിരിക്കും അല്ലെ, നയങ്ങളായിരിക്കില്ലേ? ഇപ്പൊ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലുള്ള പ്രവർത്തനങ്ങളും പ്രൊസീജിയേഴ്സ് ആയിരിക്കും. സ്കാനിങ് ഏരിയയില് MRI, CT സ്കാൻ ചെയ്യുന്നതല്ല അല്ലെ. അതേപോലെയാണോ ഈ എക്സ്റേയിൽ നടത്തുന്ന പ്രവർത്തനങ്ങള്? അല്ല അല്ലെ. അപ്പൊ എന്താണ്, ഓരോ ഏരിയയിലേക്കും ഓരോ പ്രത്യേക നിയമങ്ങളായിരിക്കും അല്ലെ, അവിടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഓരോ പോളിസികളും പ്രൊസീജിയേഴ്സ് ആയിരിക്കില്ല, ആയിരിക്കോ? ആയിരിക്കും. അപ്പൊ ഓരോ സ്പെസിഫിക് ഏരിയാസില് ഓരോ ഏരിയയ്ക്കും അവർക്ക് വേണ്ട പോളിസികളും നയങ്ങളും പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും
നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. നെക്സ്റ്റ് അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. എന്താണ് ടെക്നിക്കൽ അല്ലെ, എന്താണ് എക്യുപ്മെന്റുകളുടെ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായ അല്ലെ ടെസ്റ്റുകൾ നടത്തുക. അങ്ങനെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ എംപ്ലോയി പെർഫോമൻസ് എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുക, ഒബ്സർവ് ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുക, അതിന്റെ ട്രാക്ക് ആൻഡ് ട്രെൻഡ്. നമ്മൾ ഈ എന്തെങ്കിലും ഓൺലൈനില് പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്യാറുണ്ടോ? അത് ട്രാക്ക് ചെയ്യാറുണ്ടോ സാധനങ്ങള്? എന്താ അപ്പൊ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ആ സാധനം എവിടെ എത്തി അല്ലെ, എവിടെ എത്തി അല്ലെ, ലൊക്കേഷൻ അല്ലെ. അതേപോലെ സാമ്പിളുകളുടെ ട്രാക്ക് എന്തായിരിക്കും, ആ പ്രവർത്തനം അല്ലെ, ആ ടെസ്റ്റ് എവിടം വരെ എത്തി അല്ലെ, ആ പ്രവർത്തനം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എവിടെ വരെയായി അല്ലെ. അങ്ങനെയുള്ള ട്രാക്ക് ആൻഡ് ട്രെൻഡുകളൊക്കെ അസസ് ചെയ്യുക, വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പൊ പുതിയ സ്റ്റാഫുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടാ അല്ലെ, അപ്പോയിന്റ് ചെയ്യാലോ. അപ്പൊ പുതിയ സ്റ്റാഫുകൾക്കും അവിടെ നിലവിലുള്ള സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ നൽകുക, പരിശീലനങ്ങൾ നൽകുക. എന്താണ് ചിലപ്പോ പുതിയ എക്യുപ്മെന്റ് വന്നിട്ടുണ്ടാവാം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് പുതിയ ടെസ്റ്റുകൾ ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇത് കൂട്ടണമെങ്കിൽ ക്വാളിഫിക്കേഷൻ കൂട്ടണമെങ്കിൽ. അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഓൺ സൈറ്റ് ട്രെയിനിങ്ങൾ പുതിയ സ്റ്റാഫുകൾക്കും അവിടെ ആദ്യമേ ഉള്ള സ്റ്റാഫുകൾക്കും നൽകുക. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലാബ് ഓപ്പറേഷൻസ്. ചില സമയത്ത് ഈ ലാബ് മാനേജർക്ക് അവർ ആള് ചെയ്യുന്ന ഡ്യൂട്ടി അല്ലാണ്ട് അഡീഷണൽ ഡ്യൂട്ടീസ് വരാനോ, റഷ് വരിക അല്ലെ, തിരക്ക് വരിക. അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റുകൾ കംപ്ലൈന്റ് ആവുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിക്കുക അല്ലെ. അപ്പൊ ജോബ് മാനേജർക്ക് ലാബ് മാനേജറുടെ ഡ്യൂട്ടി വേറെ കൂടുമോ? അപ്പൊ എന്താ അത് എന്താണ് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ലാബ് മാനേജർക്ക് കൊടുത്തിട്ട് നിയോഗിച്ചിട്ടുള്ള ചുമതലകൾ കൂടാതെ എന്താണ് അധിക ചുമതലകൾ നിർവഹിക്കുക. എന്താണ് പ്രവർത്തനങ്ങൾ, ലാബിലെ ഓപ്പറേഷൻസ് അതായത് പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ട അധിക ചുമതലകൾ നിർവഹിക്കുക. നെക്സ്റ്റ്, എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എന്താണ് ലാബിലെ ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക. എന്താണ് നല്ല അവർക്ക് കസ്റ്റമേഴ്സിന് തൃപ്തരാകുന്ന രീതിയിൽ അവർക്ക് എന്താണ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് നൽകുക. ഇപ്പൊ ചില ലാബുകളിൽ ആ പേഷ്യന്റ് കിടക്കുന്ന സ്ഥലത്ത് വന്നാൽ ഇപ്പൊ വീടുകളിലാണെങ്കിൽ വീടുകളിൽ വന്ന് സാമ്പിളൊക്കെ കളക്ട് ചെയ്യുമല്ലോ. കിടപ്പ് രോഗികൾ അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രോഗികളാണെങ്കിൽ വീടുകളിൽ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യും അല്ലെ, കളക്ട് ചെയ്യോ? എന്താണെന്ന് പറയാത്തേ? അതാണ് എക്സ്റ്റേണൽ, പുറത്തു നിന്നുള്ള കസ്റ്റമർ അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആകുന്ന തൃപ്തരാക്കുന്ന രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നൽകുക. നെക്സ്റ്റ്, make sure that communication of laboratory data and appropriate result reporting. എന്താണ് ലബോറട്ടറിയുടെ ഡാറ്റയുടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫർമേഷൻസ് അവിടുത്തെ വിവരങ്ങള് ആശയവിനിമയം നടത്തുകയും എന്താണ് ഉചിതമായ ഫല റിപ്പോർട്ടിങ് തയ്യാറാക്കുകയും ചെയ്യുക. അവിടേക്ക് വരുന്ന ആളുകളുടെ അല്ലെ പല പേഷ്യൻസും വരും. അപ്പൊ അവർക്ക് ഉചിതം എന്താണ് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും ഉചിതമായ ഫല റിപ്പോർട്ടിങ്ങും ഉറപ്പാക്കുകയും നൽകുക. നെക്സ്റ്റ്, റിലീസ് സാമ്പിൾസ്
to laboratory staff and communicate due dates and turnaround times. എന്ന് വെച്ചാല് സ്റ്റാഫുകൾക്ക് അവർക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ പരിശോധിക്കുന്നതിന് ആവശ്യമായ സാമ്പിൾസ് നൽകുക, റിലീസ് ചെയ്യുക, അവർക്ക് കൊടുക്കുകയും ഓരോ ടെസ്റ്റുകളുടെയും ഡ്യൂ ഡേറ്റ്സ് അല്ലെ അവസാന തീയതി ഉണ്ടാവും, ആ സാമ്പിൾ പരിശോധിക്കേണ്ട അവസാന തീയതി. അപ്പൊ ഡ്യൂ ഡേറ്റ്സുകൾ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്, അതിന്റെ റിസൾട്ട് നമുക്ക് എന്നാണ് കിട്ടേണ്ടത്, ആ സാമ്പിള് സ്വീകരിച്ച് എത്ര ടൈമിനുള്ളിൽ അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും, അതിനെയാണ് ടേൺ അറൗണ്ട് ടൈം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ സാമ്പിള് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് അവര് പറയാറുണ്ട് അല്ലെ, എന്താണ് 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും എന്ന് പറയാനോ, സാമ്പിള് കൊടുത്തു കഴിയുമ്പോ പറയും അല്ലെ. അപ്പൊ അതാണ് ടേൺ അറൗണ്ട്. എന്താണ് സാമ്പിള് സ്വീകരിച്ചിട്ട് എത്ര ടൈമിനുള്ളിൽ റിസൾട്ട് കൊടുക്കണം, അതിന്റെ സമയമാണ് ടേൺ അറൗണ്ട് ടൈം. അതൊക്കെ പറയുക. നെക്സ്റ്റ്, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് resolution of complex issue and complaints. എന്താണ് ലാഭവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിലെന്തെങ്കിലും പരാതികൾ കംപ്ലൈന്റ്സ് ഉണ്ടായാൽ അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ആ കംപ്ലൈന്റ്സുകൾ അല്ലെങ്കിൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുക. നെക്സ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ്. എന്താണ് ലാബിലെ ഡിമാൻഡ്സ് ഫെസിലിറ്റിയിൽ അവർ കൊടുക്കുന്ന ഡിമാൻഡ്സിനനുസരിച്ച്, ലാബിന്റെ ഡിമാൻഡ്സിനനുസരിച്ച് ഓരോ സ്റ്റാഫുകളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. ഓരോ ലാബില് ഓരോ സ്റ്റാഫുകൾക്കും വേറെ വേറെ ഡ്യൂട്ടീസ് ആയിരിക്കും അല്ലെ, ഒരേപോലെയാണോ വർക്ക് ചെയ്യുന്നത്? അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഫെസിലിറ്റി അനുസരിച്ചായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് ആ ഡ്യൂട്ടി തന്നെയാണോ സ്കാനിങ്ങിന്റെ അവിടെ ചെയ്യുന്നവര് നടത്തുന്നത്? അല്ല അല്ലെ. അല്ല, അപ്പൊ എന്താണ് അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനം. അപ്പൊ അതിനനുസരിച്ച് അവര് നല്ല രീതിയിൽ കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങള് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, എൻഷുർ അഡിയറൻസ് with federal, state and system regulations to provide operations. ലാബിലെ പ്രവർത്തനങ്ങള് അവിടുത്തെ ഫെഡറലിനെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റിനെ, സംസ്ഥാനത്തെ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിനെ അനുസരിച്ചുള്ള റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇപ്പൊ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കട അല്ലെ, ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങണം. അപ്പൊ എന്താണ് പല നിയമങ്ങളില്ലേ, നമുക്ക് പല പേപ്പേഴ്സ് സൈൻ ചെയ്യിക്കണം അല്ലെ, മലിനീകരണം പേപ്പർ അല്ലേ. ഇപ്പൊ വീട് വെക്കേണ്ടതാണെങ്കിൽ നമുക്ക് പ്ലാൻ കൊടുക്കണം, റോഡിൽ നിന്ന് ഇത്ര മാറിയിട്ടായിരിക്കണം അല്ലെ, പല കാര്യങ്ങളും ഇല്ലേ. ഇതോ ഇല്ലേ? അതെന്താണ് ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും അല്ലെ അവിടെ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെ. ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും അവിടുത്തെ നിയമങ്ങളിൽ വ്യത്യാസം വരുന്നത് അല്ലെ. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒരേപോലെയാണോ? കുറേശ്ശൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ആ ലാബ് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ആ പ്രദേശത്തെ ഇതിനനുസരിച്ച് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഫെഡറലിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ അനുസരിച്ചാണോ പ്രവർത്തനങ്ങളെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, assure compliance with all corporate policy procedures in the laboratory. എന്താണ് അവിടുത്തെ ഗവൺമെന്റ് കോർപ്പറേറ്റ് പോളിസി, അതായത് ഗവൺമെന്റ് പോളിസികൾ അനുസൃതമായിട്ടാണോ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ എന്ന് ഉറപ്പാക്കുക. ഇപ്പൊ എന്താണ് ഒരു ലാബിൽ എന്തൊക്കെ ഉണ്ടാവും? സേഫ്റ്റി റൂൾസ് ഉണ്ടാവും അല്ലെ, സേഫ്റ്റി പോളിസികൾ ഉണ്ടാകും, ക്വാളിറ്റി പോളിസികൾ ഉണ്ടാവും അല്ലെ. അവിടെ സ്റ്റാഫുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പോളിസികളും ഒക്കെ ഉണ്ടാവുമല്ലോ
അവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം അല്ലെ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ എങ്ങനെ അവരെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ അവർ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താണ്, അതിനനുസരിച്ചാണോ ലാബിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഉറപ്പാക്കുക, എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. Next, enlarge the lab's research portfolio by helping to develop new research projects and proposal. എന്താണ് ലാബിലെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. എന്താണ്, ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെബ്. നമ്മൾ ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ എല്ലാ എന്താണ് എക്യുപ്മെന്റുകളെ കുറിച്ചായിക്കോട്ടെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചായിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫ്, എല്ലാ ഡീറ്റെയിൽസും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ഡാറ്റയാണ് റിസർച്ച് പോർട്ട്ഫോളിയോ. അപ്പൊ അങ്ങനെയുള്ള പോർട്ട്ഫോളിയോയില് എന്താണ് ന്യൂ റിസർച്ച് പ്രൊജക്ടുകൾ, ഈ ലാബില് പുതിയ എന്തെങ്കിലും ഗവേഷണ പദ്ധതികൾ വരുന്നുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊപ്പോസൽ നിർദ്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് ഈ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. ചിലപ്പോ എന്താണ് അവിടുത്തെ ഫെസിലിറ്റീസിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് കൂടുതലാക്കേണ്ടി വരും അല്ലെ, പല രീതിയിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരുമല്ലോ പുതിയ പ്രൊജക്ടുകളൊക്കെ വരുമ്പോ അല്ലെ. അവരെ നിലവിലുള്ള ഡാറ്റ അല്ലാണ്ട് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സുകൾ, വികസനങ്ങള് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക. നെക്സ്റ്റ്, set up and keep all laboratory records in accordance with the specification. നമ്മൾ പറഞ്ഞ ലബോറട്ടറിയിൽ പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ ഉണ്ടെന്ന്, ഈ ഇൻസിഡന്റ് റെക്കോർഡുകൾ അല്ലെ, സ്റ്റോക്ക് ലെഡ്ജർ അല്ലെ, അസറ്റ് ആണോ മറന്നുപോയി അതൊക്കെ അവിടെ വെച്ച്, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്, ഓരോ ഹെൽത്ത് സ്റ്റാഫുകളെ കുറിച്ചുള്ള റെക്കോർഡ്, പേഴ്സണൽ റെക്കോർഡുകൾ അല്ലെ. അപ്പൊ ഓരോ റെക്കോർഡുകളും അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, അവരുടെ പ്രത്യേകത അനുസരിച്ച് സൂക്ഷിക്കുക. നെക്സ്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ദ ലാബ് സെക്ഷൻ. ഓരോ സെക്ഷനിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, വിഭവങ്ങള് വിതരണം ചെയ്യുക, സപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? ഇപ്പൊ ചിലപ്പോ എന്താണ് സ്കാനിങ്ങിന്റെ സെക്ഷനിലേക്ക് ചില പുതിയ എക്യുപ്മെന്റ് ആയിരിക്കാം ആവശ്യം, വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം, ലബോറട്ടറി മറ്റേ ടെസ്റ്റ് എടുക്കുന്നവർക്ക് സിറിഞ്ച് ആയിരിക്കാം ആവശ്യം, അല്ലെങ്കിൽ കോട്ടൺ ആവശ്യം അല്ലെ. അപ്പൊ ഓരോ സെക്ഷനിലേക്കും ലാബ് സെക്ഷനിലേക്കും അവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക. Next, suggest measures to enhance testing procedure, use of equipment and needs for new equipments. ടെസ്റ്റിംഗ് നടപടിക്രമങ്ങൾ അല്ലെ, ഓരോ ടെസ്റ്റുകൾക്കും ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പൊ ടെസ്റ്റിംഗ് നടപടിക്രമങ്ങള്, ഓരോ ഉപകരണങ്ങളുടെയും ഉപയോഗം, യൂസ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്, എന്താണ് പുതിയ എക്യുപ്മെന്റുകളൊക്കെ എന്താണ് അതിന്റെയൊക്കെ ആവശ്യകതകൾ, എവിടെ എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കി അവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. എന്താണ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റുകൾ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനുവേണ്ട നടപടികൾ നിർദ്ദേശിക്കുക. Next, monitor, analyze and justify expense and revenue within department. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് ചെലവായ പൈസ അല്ലെ, എക്സ്പെൻസ് അവരുടെ ചെലവുകള്, റവന്യൂ അവർക്ക് കിട്ടിയ വരുമാനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, അനലൈസ് ചെയ്യുക അല്ലെ, വിശകലനം ചെയ്യുക, and ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. ഇപ്പൊ ചിലപ്പോ എന്താണ് ചില ഡിപ്പാർട്ട്മെന്റില് ആ തവണ എന്താണ് കൂടുതൽ എക്സ്പെൻസ് ആയിട്ടുണ്ടാവും അല്ലെ, എക്സ്പെൻസ് കൂടെ അവരെ വരുമാനം കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലെ, വിശകലനം നടത്തണ്ടേ. അതൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കി അതൊക്കെ വിശകലനമൊക്കെ നടത്തണം അല്ലെ.
വേണ്ടേ? അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. അതൊക്കെ ചെയ്യേണ്ടത് ഈ ലാബ് മാനേജറാണ്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ. വേറെ ഏതാ ചോദിച്ചേ? ഏത് പോയിന്റാ ചോദിച്ചേ? ട്വൽവ് അല്ലേ? ഓക്കെ. Ensure adherence with federal, state and system regulation. ഓരോ സ്റ്റേറ്റിനെ അനുസരിച്ച് അല്ലെ, ഓരോ സംസ്ഥാനങ്ങളെ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഫെഡറൽ അനുസരിച്ച് അവിടുത്തെ സിസ്റ്റം ഇതിലും വ്യത്യാസങ്ങൾ ഉണ്ടാവോ? നടപടിക്രമങ്ങളില്, സേഫ്റ്റി പോളിസികളില് അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി പോളിസികളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? പ്രവർത്തനങ്ങളൊക്കെ, ലാബുകളുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ആ, അപ്പൊ എന്താണ്, ഓരോ സ്റ്റേറ്റിലെയും അവിടുത്തെ നിയമങ്ങൾക്ക്, ഫെഡറലിലെയും അവിടുത്തെ നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ലാബിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, പോളിസികളൊക്കെ തയ്യാറാക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ വേറെ ഏതെങ്കിലും? ഈ ചാപ്റ്റർ ഇപ്പൊ നമ്മുടെ ലബോറട്ടറി എന്നുള്ള ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ സിമ്പൽ എന്തായാലും നോക്കി വെക്കണം കേട്ടോ. സിമ്പലിന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സിമ്പലിന് ക്വസ്റ്റ്യൻ വരാം, റെക്കോർഡ്സിന് ക്വസ്റ്റ്യൻ വരാം, പിന്നെ ഇതിന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഹൈറാർക്കിന്ന് ക്വസ്റ്റ്യൻ വരാം. ഇതിന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സിമ്പിൾസിന്റെ ക്വസ്റ്റ്യനാ. സിമ്പിൾസും അതിൽ ക്വസ്റ്റ്യൻ സിമ്പിൾ കാണിക്കും, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടാ. സിമ്പിൾ സിമ്പിൾ ആയിരിക്കുള്ളൂ, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്നതാണ്. ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയേ, ഏതെങ്കിലും ഭാഗം ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ. LIS, HIS അതൊക്കെ നോക്കാട്ടാ. ഇത് ചോദിക്കാട്ടാ. ലെവൽസ് ഓഫ് ലബോറട്ടറി, സ്മോൾ സൈസ്ഡ്, മിഡ് സൈസ്ഡ്, എത്ര ബ്ലഡ് സാമ്പിൾ ആണ്, അല്ല സോറി, എത്ര സാമ്പിൾ ആണ് അവർ പരിശോധിക്കുന്നത് അല്ലെ? അതിനൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ. ഇമ്പോർട്ടന്റ് ആണ്.
ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും ഒന്ന് ജസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. മിസ് എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മിസ് എടുത്ത ചാപ്റ്റേഴ്സ് കളറൊന്നും ചോദിക്കില്ല കേട്ടാ, കളറൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് സിമ്പിൾ കാണിച്ചു തരും. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും സിമ്പിൾ, അത് എന്തിന് യൂസ് ചെയ്യുന്നതാണെന്ന് മാത്രം ചോദിക്കും. അല്ലെങ്കിൽ വിച്ച് സിമ്പിൾസ് ആർ യൂസ്ഡ് ടു റേഡിയേഷൻ, റേഡിയേഷൻ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണ്, അല്ലെങ്കിൽ റേഡിയോസാണിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലല്ലേ എല്ലാ ചാപ്റ്റേഴ്സും തീർന്നോ? ടീച്ചേഴ്സ് എടുക്കുന്ന ഇനി ഏതാണ് തീരാനുള്ള? ബാക്കിയെല്ലാം തീർന്നോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇംഗ്ലീഷിന്റെ എക്സാം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിന് പറഞ്ഞിട്ടില്ലേ ഫസ്റ്റത്തെ ക്ലാസ്സിന്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് ഡീറ്റെയിൽസ്? ലബോറട്ടറിയിലപ്പോ ആർക്കും ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആയി എല്ലാ ഭാഗങ്ങളും? ഓക്കെയാണ് എല്ലാവരും? റെക്കോർഡ്സുകൾ നോക്കണം, മറക്കരുത്. മിസ് പറയുന്ന ഏരിയ ഒക്കെ നോക്കണേ. ലബോറട്ടറി, ലെവൽസ് ഓഫ് ലബോറട്ടറീസ്, ഹൈറാർക്കി, ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ്
സർവീസസ്, സിമ്പിൾസ്, ഇതൊക്കെ നോക്കാട്ടാ. ഓക്കെ എന്നാ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ്. ഡൗട്ട് ഇല്ലാന്നാണോ പറഞ്ഞ എല്ലാവരും? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.